മലപ്പുറത്ത് തന്നെ നിറമരുതൂരിൽ നിന്നൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നുണ്ട്. അവിടെ പുതിയ കടപ്പുറ മേഖലയിൽ 10ഓളം പേരെ ഒരു തെരുവ് നായ കടിച്ചു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദാംശങ്ങൾ സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് നൽകും. സമീർ, ഇത് ഒരു തെരുവ് നായ തന്നെയാണോ ഇത്രയും ആളുകളെ കടിച്ചത്? അങ്ങനെയാണെങ്കിൽ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ അല്ലേ? കുമാർ, ഒരു തെരുവ് നായ തന്നെയാണ് ഇത്രയും പേരെ ആക്രമിച്ചത് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയത്തിനിടക്കാണ് ഈ തെരുവ് നായ വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 10ഓളം പേർക്കാണ് തെരുവ് നായയുടെ കടിയേൽക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. കാലിനും കഴുകിനും ഉൾപ്പെടെയാണ് തെരുവ് നായയുടെ കടിയേറ്റ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റവർ ഇപ്പോൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഈ നിറമരുതൂർ പുതിയ കടപ്പുറ മേഖലയിലാണ് തെരുവ് നായയുടെ ശല്യം രൂക്ഷമായി തന്നെ ഉള്ളത്. ഇന്നലെയും ഈ നായ അക്രമം അഴിച്ചുവിട്ടിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. നായ ഉടൻ തന്നെ പിടികൂടണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കം സ്കൂളുകളിലേക്കും മദ്രസകളിലും അടക്കം പോകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സമീർ, ഈ വാക്സിനൊക്കെ ആവശ്യത്തിന് ആശുപത്രിയിൽ ഉണ്ടല്ലോ അല്ലേ? ഇത്രയും ആളുകളെ ഒരുമിച്ച് ഒരു തെരുവുനായെ ആക്രമിക്കുന്നു, എല്ലാവർക്കും വാക്സിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അതൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടല്ലോ ആശുപത്രിയിൽ അല്ലേ? വിജയകുമാർ, ആശുപത്രിയിൽ എത്തുന്നവർ അത്തരം ഒരു പരാതി ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാക്സിനൊക്കെ തന്നെ കൃത്യമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആശുപത്രിയിൽ പരിക്കേറ്റെത്തിയ ആളുകൾക്ക് തന്നെ ചികിത്സയും നിലവിൽ ലഭ്യമായിട്ടുണ്ട്. യെസ്, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്.